ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണേ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പാൽക്കപ്പ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും നോക്കാം നമുക്ക്. ഇവിടെ ഇപ്പോൾ 1 കിലോ കപ്പയുണ്ട്. പക്ഷെ ഞാൻ ഈ 1 കിലോ മുഴുവൻ ഇട്ടിട്ടില്ല. ഒരു 3/4 കിലോയോളം കപ്പയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു പീസിൽ വേണം നമുക്ക് കപ്പ കട്ട് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ആ കപ്പയുടെ നാരൊക്കെ എടുത്ത് കളയണം. ആ നാരൊക്കെ കടിക്കാൻ പാടില്ല. അപ്പം ഞാനിവിടെ ചട്ടിയിലാണ് കപ്പ വയ്ക്കുന്നത്. അതേപോലെ ഞാൻ ആദ്യത്തെ വെള്ളം, അതായത് നമ്മൾ കപ്പ കഴുകി ആദ്യം വേവിക്കാൻ വെക്കുന്ന വെള്ളം ഊറ്റിക്കളയും. എന്നിട്ട് രണ്ടാമത്തെ വെള്ളത്തിൽ ഒന്നുകൂടെ ഞാൻ വേവിച്ചെടുക്കും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പയിൽ എന്തെങ്കിലും കട്ടോ കയ്പോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങ് പൊയ്ക്കോളും. അപ്പം ഞാൻ അങ്ങനെ രണ്ടാമത്തെ വെള്ളമാണ് ഇപ്പോൾ വേവുന്നത്. വെന്ത് വന്നപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോഴേ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കപ്പയിൽ നല്ല പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ കപ്പ വെന്തിട്ടുണ്ടേ. നമ്മളുടെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് ചുമന്നുള്ളി, പിന്നെ പച്ചമുളക്, അതിൻ്റെ കൂടെ ഞാൻ 2-3 വെളുത്ത കാന്താരിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിന് വേണം എടുക്കാൻ. ഇതെല്ലാം കുറേശ്ശെ വേണം. ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് വരികയും വേണം, എന്നാൽ ടേസ്റ്റ് കൂടാനും പാടില്ല. ആ ഒരു ഇതിലാണ് നമുക്ക് ചതച്ചിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ 2ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാലിൽ കിടന്ന് ഒന്നുകൂടെ കപ്പ വേവണം. ആ സമയം നമുക്ക് കപ്പയൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഒത്തിരി സ്മാഷ് ചെയ്യാൻ പാടില്ല. എങ്കിൽ കുറച്ച് നമ്മൾ അത് കഴിക്കുന്ന സമയം കുറച്ച് കപ്പ കടിക്കാനൊക്കെ കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതെല്ലാം ഒന്ന് കുറുകി വരുമ്പോൾ ഞാൻ ഒരു പീസ് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1ാം പാൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ 1ാം പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുറച്ചൊന്ന് കുറുകി വരും. നമ്മൾ ഒത്തിരി പറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തണുക്കുമ്പോൾ കട്ടയായിട്ടിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു അനുസരിച്ച് വേണം നമ്മൾ പറ്റിച്ചെടുക്കാൻ. അപ്പോൾ നമ്മളുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിടണം. അതിന് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ആദ്യം കടുകിട്ട് പൊട്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നല്ല ഒന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ മൂപ്പിക്കണം. അതിനുശേഷം നമുക്ക് 2 വറ്റൽമുളകും ഇട്ട് കരിയാപ്പിലയും കൂടി ഇട്ട് നല്ല മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് പാൽക്കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിരുന്നു. അതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാൽക്കപ്പയ്ക്ക് കോംബോ നോൺ വെജ് തന്നെയാണ്. ഞാനിവിടെ ആണെന്നുണ്ടെങ്കിൽ മട്ടൻ കറിയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ പാൽക്കപ്പ കുറച്ച് ലൂസായിട്ടാണ് എടുത്തേക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു കട്ടി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.